നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ കരിങ്കൊടി പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലും സെക്യൂരിറ്റി ഓഫീസർ സന്ദീപും അടക്കം 5 പ്രതികൾ. മർദ്ദനമേറ്റ് KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും നൽകിയ ഹർജിയിലാണ് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ഇതിനെ തുടർന്നാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്നായിരുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രതികരണം. സംഭവത്തിൽ മർദ്ദനമേറ്റവരുടെ വിശദമായ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. ഇവരോട് തെളിവുകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. ഇതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് നൽകും. കേസിൽ ഗൺമാൻ അനിലാണ് 1ാം പ്രതി. സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് 2ാം പ്രതിയാണ്. കണ്ടാൽ അറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മറ്റു 3 പ്രതികൾ. ഇവരെ ചോദ്യം ചെയ്യാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ല എന്ന് പോലീസ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങാൻ ആലപ്പുഴ സൗത്ത് പോലീസ് കോടതി നിർദ്ദേശിച്ചു. IPC 294B 323 325 വകുപ്പുകൾ ചുമത്തി അന്വേഷണം നടത്തണം. പ്രതിഷേധക്കാരെ മർദ്ദിച്ച നടപടി സ്വാഭാവികമാണ് എന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് നേരത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും പറഞ്ഞു. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള അംഗരക്ഷകർ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് മാരകമായി തല്ലിച്ചതച്ച സുരക്ഷാ ചുമതലയുടെ ഭാഗമാണെന്ന് ഇടതുമുന്നണി നേതാക്കളടക്കം ഉയർത്തുന്ന വാദം. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോകവെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസ് സംഘം പിടിച്ച് മാറ്റുകയായിരുന്നു. മറ്റൊരു ക്രമസമാധാന പ്രശ്നത്തിനും സാധ്യതയില്ലാത്ത വിധം പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചുമാറ്റി അവരുടെ നിയന്ത്രണത്തിലാക്കിയതിനു ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന് ഇനി വരും വർഷങ്ങളിൽ പെൻഷൻ പോലും കിട്ടാത്ത വിധത്തിലെ കാര്യങ്ങൾ മാറുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്.